സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സംസ്ഥാന ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു. നാളെ കേന്ദ്രവുമായി ചർച്ച നടത്തുമെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീം കോടതിയെ അറിയിച്ചു. കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് പരിഗണന നൽകുമെന്ന് അറ്റോർണി ജനറൽ വ്യക്തമാക്കി. ഹർജി അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, വിവരങ്ങൾ എന്താണ്? നേരത്തെ കേന്ദ്രവും കേരളവും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് പരസ്പരം പഴിചാരിക്കൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സുപ്രീം കോടതി ചർച്ചയൊരു ശുഭപ്രതീക്ഷയോടുകൂടി കാണുന്നു. വിവരങ്ങൾ എന്താണ് അച്യുതൻ? അരിജിത്ത്, കേരളത്തിന്റെ സ്യൂട്ട് ഹർജിയിൽ എന്ന വാദം തുടങ്ങുമ്പോൾ ഈ സാമ്പത്തിക രംഗത്തെ പല ആശങ്കകൾ കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് സുപ്രീം കോടതി മുന്നോട്ട് ഈ ചർച്ചകളുടെ സാധ്യത മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ കപിൽ സിബൽ ഒരു താല്പര്യം അറിയിച്ചിരുന്നു. അതായത് കേരളത്തിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കപിൽ സിബൽ അറിയിച്ചു. തുടർന്ന് AGയും അത്തരമൊരു സമ്മതമാണ് അറിയിച്ചത്. തുടർന്ന് 2 മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ ചോദിച്ച് കോടതി മനസ്സിലാക്കിയത്. അതിൽ പ്രധാനമായും കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയത് നാളെ പ്രതിനിധി സംഘം ഡൽഹിയിലേക്ക് എത്തും, തുടർന്ന് ചർച്ചകൾ നടത്തുമെന്നുള്ള കാര്യം അറിയിച്ചു. സുപ്രീം കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശം പരിഗണിക്കുന്നുവെന്നായിരുന്നു അറ്റോർണി ജനറൽ അറിയിച്ചത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കും. എന്തായാലും ചർച്ചകളിലൂടെ ഒരു പരിഹാരം കാണുവാനാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ശ്രമിക്കുന്നത്. കാരണം രാവിലെ സുപ്രീം കോടതി പ്രകടിപ്പിച്ച ആശങ്ക ഈ ധനനയവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നതിൽ ചില പരിമിതികളുണ്ട്. ഒപ്പം തന്നെ ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രം തീരുമാനമെടുക്കുവാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു സൗഹൃദപരമായ ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കണമെന്നൊരു നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതും തുടർന്നാണ് ഇത്തരം സാധ്യതകളിലേക്ക് കടക്കുന്നത്. എന്തായാലും ഇനി ഹർജി പരിഗണിക്കാൻ വെള്ളിയാഴ്ച കപിൽ സിബൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും തിങ്കളാഴ്ച പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച പരിഗണിക്കുമ്പോൾ ഈ ചർച്ചകളുടെ ഫലപ്രദമായ ചർച്ചകൾ ഉണ്ടാകണമെന്ന് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചർച്ചകളുടെ വിശദമായിട്ടുള്ള നിരീക്ഷണങ്ങളും സുപ്രീം കോടതി പരിശോധിച്ചു കൊണ്ടായിരിക്കും ഈ കേസിൽ ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. നേരത്തെ വിശദമായ റിപ്പോർട്ട് കേന്ദ്രവും ധനകാര്യ മന്ത്രാലയവും കേരളത്തിന് പഴിചാരി നൽകിയിരുന്നു. കേരളം അതിനെ എതിർത്തും സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒടുവിൽ ഇപ്പോൾ ചർച്ചകളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആ ചർച്ചകൾക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. റീജിത്ത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.